ഡിയോ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. ഇന്നത്തെ വീഡിയോയിൽ എൽസുവിനെ ആദ്യമായിട്ട് ഇന്ന് കുളിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ കരിയൊക്കെ എഴുതി കൊടുത്തു. നേരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഈ കണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തിന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും അതിൻ്റെ റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ കുളിപ്പിച്ചു. ചേട്ടൻ എണീറ്റിട്ടില്ല. രാത്രി അവൾ ഇടയ്ക്കിടയ്ക്ക് കരച്ചിലായിരുന്നു. അപ്പോൾ രണ്ടുപേരും മാറി മാറിയായിരുന്നു ഡ്യൂട്ടി അവളെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ തന്നെയാണ് കുളിപ്പിച്ചിട്ടുള്ളത്. അമ്മ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുളിപ്പിക്കണമെന്ന് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അമ്മ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തന്നിട്ട് ഇരുന്നു. പിന്നെ അതല്ലാതെ ഞാൻ മുമ്പ് അതിഥിയെയും പിന്നെ കണ്ണനെയൊക്കെ കുളിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അറിയാം. എന്നാലും ഇവളെ ചെയ്യാൻ സമയത്തായപ്പോഴേ എനിക്കൊന്നും അറിഞ്ഞെടുത്ത പോലത്തെ അവസ്ഥയായിപ്പോയി. പെട്ടെന്ന് അവൾ ഡ്രസ്സ് മാറ്റിയപ്പോൾ തന്നെ അവൾ കരയാൻ വേണ്ടി തുടങ്ങി. അപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കര ടെൻഷനായിപ്പോയി. അങ്ങനെ ആദ്യം എണ്ണ തേച്ചു. എണ്ണ 4 പാമരാതി എണ്ണയാണ് ദേഹമെല്ലാം തേച്ചത്. തലയിൽ മാത്രം അന്നൊരു ദിവസം ഞാൻ ഉരുക്കിയെടുത്തില്ലേ വെളിച്ചെണ്ണ, ഉരുക്കി വെളിച്ചെണ്ണയാണ് തലയിൽ തേക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ദേഹത്തെല്ലാം നല്ല വൃത്തിയായിട്ട് 4 പാമരാതി എണ്ണ മുഖത്തും ചെറുതായിട്ട് തേച്ചിട്ടോ. ഈ എണ്ണ തേച്ചതിന് ശേഷം കുളിപ്പിക്കാൻ സമയമായപ്പം ഒരു 5 മിനിറ്റൊക്കെ ഇട്ടിരുന്നിട്ട് കുളിപ്പിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് തലയിൽ വെളിച്ചെണ്ണ തേച്ചത്. ഇതിൽ കാലും കൈയൊക്കെ അകത്തോട്ടാക്കി ഇട്ടാണ് തേക്കുന്നത്. എൽസമ്മ പൊതുവെ ചെറിയ നനവ് തട്ടിയാൽ അപ്പോഴേ കരയാൻ തുടങ്ങും. മൂത്രമൊഴിച്ചാൽ പോലും ഓടാൻ ഭയങ്കര കിടന്ന് കരയും നനവ് തട്ടുമ്പോഴത്തേക്ക്. അപ്പോൾ എണ്ണേരെ ഇത് കൊണ്ടിട്ട് ഭയങ്കര വിളിയെന്ന് വെച്ചാൽ ഭയങ്കര വിളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിപ്പോയി. ഇത്രയും കിടന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്. അതിഥിയൊക്കെ കുളിപ്പിച്ച സമയത്ത് ഇതേപോലെ ഒന്നും അവർ കരഞ്ഞിട്ടില്ല. പിന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ അമ്മമാർ കുഞ്ഞുങ്ങളെ ആദ്യമായിട്ടൊക്കെ കുളിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇത്ര ചെറുതായിരിക്കുമ്പോൾ ആരെങ്കിലും കുളിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മൂമ്മമാരോ അല്ലെങ്കിൽ പ്രസവരക്ഷയ്ക്ക് വരുന്ന ആളോ ഒക്കെയാണ് കുളിപ്പിക്കാറ്. ഈ ഭാഗ്യം മിക്കവാറും എനിക്ക് മാത്രമായിരിക്കും കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അവളുടെ എല്ലാ കാര്യങ്ങളും. അവളുടെ എന്നല്ല, ചേട്ടൻ്റെ കാര്യങ്ങളായാലും വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തൃപ്തിയാവില്ല. അതുപോലെ തന്നെ അവളുടെ കാര്യങ്ങളും ഇപ്പം എനിക്ക് തന്നെ ചെയ്യണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ നെറ്റിയൊക്കെ എണ്ണ തേച്ച് ഇങ്ങനെ നെറ്റി പരത്തി വിട്ട് കവിളിൽ, അതുപോലെ തന്നെ അവളുടെ മൂക്കൊക്കെ ഒന്ന് വലിച്ചു വിട്ട് അങ്ങനെ. പിന്നെ ചുണ്ടിൻ്റെ മുകളിലും താടിയിലും ഒക്കെ ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചേട്ടൻ ഉറക്കെഴുന്നേറ്റ്. അപ്പോൾ ചേട്ടൻ അവളെ ഇട്ട് കുറച്ച് നേരം അവളെ കളിപ്പിച്ചും കൊണ്ട് ഇങ്ങനെ കിടന്നു. അപ്പോഴത്തേക്ക് അവൾ കുറച്ച് സൈലൻ്റായി. കുളിപ്പിക്കാൻ വലിയ ഷീറ്റ് എടുക്കേണ്ടതായിരുന്നു. അത് കഴുകിയിട്ടിരിക്കുന്നു. പാട്ട് സോപ്പ് ചീപ്പ് കണ്ണാടി മക്കളെന്തിനു പറഞ്ഞ് പോട്ട് എൻ്റെ മക്കള് കരയല്ലേ, അച്ഛണ്ടല്ല. മക്കളെ
തണുക്കണ നമുക്ക് അച്ഛൻ്റെ മുട്ടിന് തണുക്കണ പോട്ടെ പോട്ടെ അതല്ലേ അമ്മ അടുത്ത് എണ്ണ അയക്കാൻ വേണ്ടി വന്നത്. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ ഹിമാലയുടെ ഒരു കാജൽ വാങ്ങിച്ചിട്ട് വന്നു. ഇത് വെച്ചിട്ട് അവൾക്ക് കരി എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ കരി എഴുതിയിട്ട് ഈ പൗഡർ ഇടുന്നുണ്ടല്ലോ, ഡോക്ടർ പൗഡർ യൂസ് ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. ഈ ബഫ് വെച്ചിട്ടിങ്ങനെ പ്രസ് ചെയ്യുന്ന ആ പരിപാടി ചെയ്യാതിരുന്നാൽ മതി. പിന്നെ പൗഡർ തൊട്ടിട്ട് ജസ്റ്റ് തൊട്ടിട്ട് ആ പുരുഷത്തിലും പൊട്ടിലും മാത്രമാണ് ഇടുന്നത്. നമുക്ക് കലാപരിപാടിയിലേക്ക് കടക്കും. പടം വരയ്ക്കട്ടാ. ഹലോ, ഇല്ലടാ, എവിടെ? ഇല്ല, ഞാൻ ഒരു ആവശ്യമായിട്ട് പോയിട്ട് ഇപ്പം വന്നതല്ല. പ്രശ്നമൊന്നുമില്ല. രാവിലെ എന്ത് വിളിച്ചിരുന്നേ? രാവിലെ വിളിച്ചിരുന്നേ? എവിടെ? വീട്ടിൽ തന്നെ? അങ്ങനെ രാവിലെ ഒരാവശ്യമായിട്ട് പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. സന്തോഷോ? കാപ്പിയൊക്കെ പിടിച്ചാ? ശരിയാണ്. അയ്യോ അയ്യോ, രാജിയല്ലേ? പൊന്നപ്പേ വെച്ച് തേക്കല്ലേ.